ഹലോ എവറി വൺ. 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ മാത്സിലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിലെ 4th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഇൻ ദി ഫിഗർ ഷെയ്ഡഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻസ്. സീ ദി സ്റ്റേറ്റ്മെന്റ്സ് ബാബു റോഡ് റിലേറ്റഡ് ടു ദിസ്. അപ്പോൾ ഈ ഒരു പിക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് രണ്ട് ഫ്രാക്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് മീൻസ് രണ്ട് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് ആ ഒരു പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. നമ്മൾ ഇതേ സിമിലർ ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫ്രാക്ഷൻ തന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞതാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനെ സംബന്ധിച്ചുള്ള ഫ്രാക്ഷൻസ് നോക്കണം. നമുക്ക് ആദ്യം ഇവിടെ ഇതിന് എത്ര പാർട്സ് നോക്കാം അല്ലെ. നോക്കിക്കോളൂ, എത്ര ഈക്വൽ പാർട്സ് ആക്കി ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വീണ്ടും 5 3s are 15 ഈക്വൽ പാർട്സ് ഇതിനകത്തുണ്ട്. ആ 15 ഈക്വൽ പാർട്സിൽ എത്ര ഷെയ്ഡ് ചെയ്തു? 4 ഷെയ്ഡ് ചെയ്തു. 4/15 ഇവിടെ ഷെയ്ഡഡ് ആണ്. 4/15 ഇവിടെ എന്താണ്? ഷെയ്ഡ് ആണ് ഓൾറെഡി. ഇനി ഈ 4/15 എന്ന് പറയുന്നത് രണ്ട് ഫ്രാക്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. പ്രൊഡക്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻസ്, രണ്ട് ഫ്രാക്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ കൊടുത്ത ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. 4/15 കിട്ടുന്നുണ്ടോ നോക്കാം അല്ലെ. ഓപ്ഷൻ എ 2/5 പാർട്സ് ഓഫ് 2/3. 2/5 പാർട്സ് ഓഫ് 2/3. നോക്കാം. 2/5 into 2/3 ആൻസർ 4/15. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അടുത്ത് 1/3 പാർട്സ് ഓഫ് 2/5. ഇത് പറഞ്ഞാൽ 2/15 ആണ്. അപ്പൊ ഇതല്ല. 4/5 പാർട്സ് ഓഫ് 2/3. ഇത് പറഞ്ഞാൽ 8/15 ആണ്. അപ്പൊ ഇതും അല്ല. അടുത്ത് 4/15 പാർട്സ് ഓഫ് ദി ലാർജ് റെക്ടാങ്കിൾ. ഈ വലിയ റെക്ടാങ്കിളിന്റെ ഇവിടെ കൊടുത്ത ഈ ഒരു വലിയ റെക്ടാങ്കിളിന്റെ 15 കഷ്ണമാക്കിയതിൽ 4 കഷ്ണമാണ് ഇത് എന്നാണ് പറഞ്ഞത്. അതെന്താണ്? കറക്റ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ that statement is also correct. അപ്പോൾ 1 and 4 are correct. Which of the following statements are true? ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ഓൺലി 4 ആണോ? അല്ല. 1 and 2 ആണോ? അല്ല. 1 and 4 ആണോ? ആണ്. 2 and 3 ആണോ? അല്ല. So the answer is 1 and 4. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ, അത് 4 ഓപ്ഷൻസ്. ആ 4 ഓപ്ഷൻസിൽ ഏതൊക്കെ കറക്റ്റ് ആണ് നോക്കാനുള്ള മറ്റ് കുറച്ച് ഓപ്ഷൻസ് അല്ലെ. അപ്പൊ ഇത് ക്വസ്റ്റ്യന്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് ഇത്രയും പറഞ്ഞപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എ കംപ്ലീറ്റ് ആയത്. ഇവിടെ വെച്ച് നിർത്തിയിട്ടില്ല. ഈ 4 ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് കാണിക്കാനുള്ള മറ്റ് 4 ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പൊ അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ട്രാവൽസ് 1/4 കിലോമീറ്റേഴ്സ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നോക്കണ്ട. ഓക്കെ, 1/4 കിലോമീറ്റേഴ്സ് ഇൻ 1 hour. ഒരു മണിക്കൂറിൽ ഒരു മനുഷ്യൻ, ഒരു മാൻ 2.25 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് ഇൻ 1/3 hours അല്ലെ. അതായത് 2.25 മണിക്കൂറില് ഒരു മണിക്കൂറിൽ 2.25 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യം 1/3 ഹവറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. പറഞ്ഞോളൂ. ഒരു മണിക്കൂറിൽ 1/4 കിലോമീറ്റർ ആണെങ്കിൽ 1/3 ഹവറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1/3 into 1/4. ഇതിനെ മിക്സഡിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. അപ്പൊ ഇത് 7/3 ആയിട്ട് മാറും. 7/3 into ഇതെന്തായി മാറും? 9/4 എന്നായിട്ട് മാറും. ഓക്കെ, ഇത് നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. ഒന്നും അങ്ങനെ വെട്ടിക്കളയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. 7 into 9 നമുക്കറിയാം 63 ആണ്. 63 divided by 12 വരും അല്ലെ. 63 divided by 12. നമുക്ക് ഇങ്ങനെ ഇട്ടാൽ പോരല്ലോ, ഇതിന് ബാക്കി ചെയ്യണ്ടേ. 63 divided by 12 നമുക്കറിയാം 5 12s are 60. 5 12s are 60. So remainder 3. So 5 കിലോമീറ്ററും 3/12 എന്ന് വരും അല്ലെ. 5 3/12
മിക്സഡിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ അറിയില്ലേ 5 3/12. ഇവിടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ 5 3/12 ഇതൊരു ഭംഗിയില്ല, എന്തൊക്കെയോ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് അല്ല, ഇത് ഭംഗിയാക്കാനുണ്ട്. 5 3/12 കറക്റ്റ് ആണ്. ഇതാ 5 3/12 കറക്റ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെറുതാക്കാം അല്ലെ. 3/12 എങ്ങനെ ചെറുതാക്കാം? 1/4. അപ്പോൾ 5 1/4 കിലോമീറ്റേഴ്സ് ആണ് സഞ്ചരിക്കുക. 5 1/4 കിലോമീറ്റർ എന്ത് ചെയ്യും, അത് സഞ്ചരിക്കും. 5 1/4 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ ഈ മാറ്റിയൊന്നും പറഞ്ഞുതരാൻ മിസ് ആണെങ്കിൽ 3 ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ 3/12 നമ്മൾ എങ്ങനെയാ 1/4 എന്ന് എഴുതിയത്? 3ലും 3 ഉണ്ട്, 12ലും 3 ഉണ്ട്. സോ 3 ഡിവൈഡഡ് ബൈ 3 1, 12 ഡിവൈഡഡ് ബൈ 3 4. അങ്ങനെയാണ് 3/12 നമ്മൾ എങ്ങനെ എഴുതിയത്? 1/4 എന്ന് എഴുതിയത്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ആ ബി ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം, സി പാർട്ട് കൂടി നോക്കാനുണ്ട്. സി പാർട്ട് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. A 4 meter long rope is divided into 5 equal length. What is the length of 3/5 of its one piece in meters and in centimeters? Okay, ഒരു 4 മീറ്റർ വലുപ്പത്തിലുള്ള ലോങ് റോപ്പിനെ 5 ഈക്വൽ പീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മുകളിൽ വലിയ നമ്പർ വേണമെന്ന് നിർബന്ധമില്ല, 5/4 വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വലിയ മിസ്റ്റേക്ക് അതാണ്. അങ്ങനെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ മുകളിൽ വലിയ നമ്പർ വേണം എന്ന ധാരണ മനസ്സിലുണ്ടാവും. അത് ഫസ്റ്റ് മാറ്റി വെക്കണേ. 4 മീറ്റർ ലോങ് റിബൺ ആണ്, 4 മീറ്റർ വലുപ്പത്തിലുള്ള ലോങ് റിബൺ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽ പീസസ്. അപ്പൊ എങ്ങനെ വരിക? അപ്പൊ ഓരോന്നും 4/5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ലെങ്ത് ഓഫ് വൺ പാർട്ട്. ഒരു കഷ്ണത്തിന്റെ എത്ര ഉണ്ടായിരിക്കും? 4/5 മീറ്റർ ഉണ്ടായിരിക്കും. ഇനി ചോദ്യം ഇതല്ലല്ലോ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് 3/5 പാർട്ട് ഓഫ് വൺ പീസ്? ഇങ്ങനെയുള്ള ഒരു പീസിന്റെ 3/5 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 4/5ന്റെ 3/5 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രാക്ഷൻസ് ഉള്ള ചാപ്റ്ററിന്റെ. ഓക്കെ, അതായത് 4 മീറ്റർ വലുപ്പത്തിലുള്ള ലോങ് റോപ്പിനെ 5 ഈക്വൽ പീസ് ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ പീസും 4/5 ഉണ്ടായിരിക്കും. അതാണ് ഈ ഫസ്റ്റ് ഭാഗം, 4/5 ഉണ്ടായിരിക്കും. ഇനി വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് 3/5 ഓഫ് ഇറ്റ്സ് വൺ പീസ്? ഒരു പീസിന്റെ 3/5 എത്രയാണ് ചോദിച്ചു. അത് മീറ്ററിലും കാണണം, സെന്റിമീറ്ററിലും കാണാം. മീറ്ററിൽ കാണാൻ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 12/25 എന്ന് വരും. 12/25 മീറ്റർ എന്ന് വരും. 12/25 മീറ്റർ എന്ന് വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഇത്രയും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 12/25 മീറ്റർ എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ 12/25 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റേഴ്സിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പൊ ഈ 12/25 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 ചെയ്യാം. ഇൻറ്റു 100. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും സുഖമായിട്ട്. കാരണം 100 ഡിവൈഡഡ് ബൈ 25 എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 25 4 ആണ്. 12 ഇൻറ്റു 4 48 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. 48 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. 4 മീറ്റർ ലോങ് റോപ്പിനെയാണ് 5 കഷ്ണാക്കി മുറിച്ചത്. അപ്പൊ ഓരോ കഷ്ണം 4/5 മീറ്റർ ഉണ്ടായിരിക്കും. മീറ്റർ ആണ്, കാരണം ക്വസ്റ്റ്യൻ മീറ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അങ്ങനെയുള്ള ഒരു കഷ്ണത്തിന്റെ 3/5 എത്രയാന്ന് ചോദിച്ചു. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ 4/5ന്റെ 3/5 ആണ്. അപ്പോൾ 4/5 ഇൻറ്റു 3/5 12/25 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി ആ 12/25 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 12/25 മീറ്റർ എന്ന് പറഞ്ഞാൽ 12/25 ഇൻറ്റു 100. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 100 ഡിവൈഡ് ബൈ 25 4 ആണ്. 12 ഇൻറ്റു 4 48 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ. ഓക്കെ.